പ്രവർത്തനം 2.3 സ്റ്റൈലിൽ മാറ്റം വരുത്താം. ഇതിനു മുമ്പ് നമ്മൾ പ്രവർത്തനം 2.2 ചെയ്തപ്പോൾ സ്കൂൾ റിപ്പോർട്ട് എന്ന ഫയലിൽ ഹെഡിങ്ങുകൾക്ക് വിവിധ സ്റ്റൈലുകൾ നൽകിയിരുന്നു. അങ്ങനെ നൽകുന്ന സ്റ്റൈലുകൾക്ക് മാറ്റം വരുത്താൻ കഴിയുമോ? നമുക്ക് പരിശോധിക്കാം. സ്റ്റൈലുകൾ നൽകിയ ഡോക്യുമെന്റ് ഇതാണ്. ഇതിലെ ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 എന്നിങ്ങനെ വിവിധ സ്റ്റൈലുകൾ നൽകിയിരുന്നു. ഇവിടെ ഇപ്പോൾ ഹെഡിങ് 1 എന്ന സ്റ്റൈലിന് മാറ്റം വരുത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ഇവിടെ സ്റ്റൈൽ ബോക്സിൽ ഹെഡിങ് 1 എന്നത് സെലക്ട് ചെയ്യുന്നു. അതിന്റെ വലതുഭാഗത്ത് കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്റ്റൈലിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന വിവിധ ടാബുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്റ്റൈലിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതല്ലെങ്കിൽ സ്റ്റൈൽ ബോക്സിന് വലതുഭാഗത്തുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന മോർ സ്റ്റൈൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വന്ന നിരവധി സ്റ്റൈലുകളിൽ നിന്നും ഹെഡിങ് 1 എന്ന സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ എന്നത് തിരഞ്ഞെടുത്താൽ മതി. പുതിയ സ്റ്റൈലാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ ന്യൂ എന്നതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ മാറ്റം വരുത്തുകയാണ്, അതുകൊണ്ട് മോഡിഫൈ എന്നത് തിരഞ്ഞെടുക്കുന്നു. മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ ഏരിയ എന്ന ടാബാണ് ആക്റ്റീവായിട്ട് കാണുന്നത്. നമുക്ക് വേണ്ടത് മറ്റ് ടാബുകളാണ്. ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. നിറം മാറ്റുന്നതിന് ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബാണ് ആവശ്യം. അതുകൊണ്ട് ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബ് സെലക്ട് ചെയ്തു. അതിനൊരു നിറം കൊടുക്കുന്നു. അതുപോലെ ഫോണ്ട് ഫാമിലി മാറ്റം വരുത്തണമെങ്കിൽ ഫോണ്ട് ടാബ് ഉപയോഗിക്കാം. ഫോണ്ട് ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് ഫോണ്ടുകളിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ഇവിടെ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിൽ മാറ്റം വരുത്തണം. മലയാളം ഫോണ്ടിലാണ് വ്യത്യാസം വരുത്തേണ്ടതെങ്കിൽ ഇവിടെ CTL ഫോണ്ടിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ മലയാളം ആയതുകൊണ്ട് CTL ഫോണ്ടിലാണ് വ്യത്യാസം വരുത്തുന്നത്. ഇവിടെ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഫോണ്ട് ഫാമിലി ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്തു. അതുപോലെ അതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ നിന്നും സൈസ് കൂട്ടാവുന്നതാണ്. ഇതുപോലെ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഹെഡിങ് 1ൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഡോക്യുമെന്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകിയ എല്ലാ ഹെഡിങ്ങുകൾക്കും ഇവിടെ വരുത്തിയ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. അങ്ങനെ ഹെഡിങ്ങുകൾക്ക് ഒരു വട്ടം നൽകിയിട്ടുള്ള സ്റ്റൈലുകളെ പിന്നീട് ഒരു അവസരത്തിൽ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്.